സ്വത്രം. മത്തായി 25:10. സ്വത്രം സ്വത്രം. 1000 ആണ്ട് ഭാഷ ക്ലിപ്പിലെ 2ാമത്തെ പാർട്ടാണ്. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി കല്യാണ സദ്യയിൽ. അതിൽ ഏറ്റവും പ്രധാനം അതിന്റെ കണ്ടൻസ് ആണ്. മത്തായി 25 പല കാര്യങ്ങൾ എടുത്ത് വികലമായി പഠിപ്പിച്ച് ജനത്തെ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മത്തായി 25:10 നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരുങ്ങിയിരുന്നവർ. 5 പേരെയും തമ്മിലെടുത്ത് കർത്താവ് കാണിച്ചതിന്റെ കാര്യം ഒരുങ്ങിയിരിക്കണം. യഹൂദന്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വിഷയം കർത്താവ് പഠിപ്പിക്കുന്നത്. അവിടുത്തെ പ്രധാന വിഷയം കല്യാണത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങിയിരിക്കണം. കുഞ്ഞാടിന്റെ കല്യാണത്തിന് പോകണമെങ്കിൽ നമ്മൾ ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒരുങ്ങിയിരുന്നവൻ അവനോടുകൂടി മണയറയിൽ പ്രവേശിച്ചു. അല്ലാത്തവരുടെ കാര്യം എന്ത് പറ്റി? എണ്ണയൊക്കെ മേടിച്ച് വന്നപ്പോ എന്താ പറ്റി? കഥയിൽ കിടന്ന് മുട്ടിയപ്പോൾ ഒരു ശബ്ദം ഉള്ളിൽ നിന്ന്. എന്ത് കേട്ട്? എന്താ ശബ്ദം പറഞ്ഞേ? അവർ വാങ്ങുവാൻ പോയപ്പോൾ എണ്ണ മേടിക്കാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി മണിയറയിൽ പ്രവേശിച്ചു, വാതിലടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം ആ കൂട്ടത്തിൽ നമ്മൾ ആകല്ലേ ദൈവത്തെ ഓർത്ത് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ. അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. മത്തായി 7 ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അതോടെ എടുത്ത് വായിച്ചാ മത്തായി 7. ഹല്ലേലൂയ. മത്തായി 7:21, 22 വാക്യങ്ങൾ വായിക്കും. 7 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരേവരുമല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. ആമേൻ. സ്തോത്രം. അടുത്ത കർത്താവേ 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 നിന്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ? അടുത്ത അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അവിടെ എന്താ പറഞ്ഞത്? മത്തായി 25 എന്താ പറഞ്ഞത്? അറിയുന്നില്ല. ഇവിടെ അറിഞ്ഞിട്ടില്ല. ഈ ഗതികെട്ട അവസ്ഥ എൻ്റെ ഈ സന്ദേശം കേൾക്കൊണ്ടിരിക്കുന്ന ആർക്കും ഉണ്ടാകരുത്. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയാൻ ഇടവരരുത്. ഇവിടെ കൊരപ്പിച്ചും ഛർദിപ്പിച്ചും ഇവിടെ കാശുണ്ടാക്കി വിവിധ ദുരുപദേശങ്ങൾ ജനത്തെ സ്വത്രം അവരെ ശുശ്രൂഷിച്ച് കാണിപ്പിച്ച് കൊരയും ചിരിയും ഛർദലും ഊതിയിടലും ഉന്തിയിടലും എന്നു വേണ്ട ദുരുപദേശത്തിന്റെ ഒരു വലിയ നിര തന്നെ നമ്മുടെ പട്ടണത്തിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ? ബെൽറ്റ് മാറ്റി, മുഴ പോയി, രോഗം മാറി, കഷ്ടത മാറി, വിസ കിട്ടി, ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടി. എനിക്ക് 4 മക്കളുണ്ട്. 4 മക്കളും 4 രാജ്യത്ത് ദൈവം കൊണ്ടുപോയി. എന്നോടൊരു സഹോദരൻ പറഞ്ഞതാ, എൻ്റെ മൂത്ത മോന് ജോലി നഷ്ടമായപ്പോൾ ഉടനെ ദൈവം അവനോട് പറഞ്ഞു, ഇളയവനെ റെഡിയാക്കി പോകാൻ. ഞാൻ അവനിട്ട് ദൈവം കൊണ്ടാക്കിയെന്നാ പറയുന്നത്. ആത്മീയമായിട്ടോ ഒരു ഗുണവുമില്ലാത്ത ജീവിതമാണ് നയിച്ചുകൊണ്ട്. അപ്പൊ ഭൗതിക അനുഗ്രഹങ്ങളല്ല ആത്മീയ അനുഗ്രഹം എന്ന്. യഥാർത്ഥ അനുഗ്രഹം നമ്മൾ പഠിക്കണം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവേശുവിനെ അനുഗ്രഹിച്ചിട്ട് പിതാവാം ദൈവം വാഴ്ത്തപ്പെടണമെന്നുള്ള ആ സീരിയലായിട്ടുള്ള പ്രസംഗങ്ങൾ എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പൊ സീരിയൽ നോക്കി നമ്മൾ കേട്ടോണം. എല്ലാം ഒന്നല്ല, പാർട്ട് നോക്കണം. എത്രാമത്തെ പാർട്ടാണ്, എത്രാമത്തെ എപ്പിസോഡാണെന്ന് നോക്കി വേണം ഓരോന്നോരോന്നും അത് കേട്ട് പഠിച്ചു കൊള്ളാൻ. അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഇടയിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ വീര്യപ്രവൃത്തികൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ സാത്താന്റെ പ്രവൃത്തിയാണെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. അത് തെളിയിക്കാൻ വേണ്ടി ഒരു ഭാഗം കൂടി ഞാൻ എടുത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. എല്ലാവരും തെസ്സലോനിക്ക ലേഖനം അതിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം എടുത്താട്ടെ. വേദോസം എടുത്ത് തുറന്ന് വായിക്കണേ. ഈ വേദഭാഗങ്ങൾ വായിക്കാതെ പോകരുത്. ഇതൊക്കെ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാതിരിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. 2 തെസ്സലോനി 2-ാം അധ്യായത്തിന്റെ
9 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചാട്ടെ. 2:9 മുതൽ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. അടുത്ത ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായിയാൽ അപ്പൊ എങ്ങനെ ഭവിക്കും? അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിക്കുമ്പോൾ. രക്ഷിക്കപ്പെടാതിരിക്കാൻ അത്ഭുതത്തിന്റെ പുറകെ പോകാൻ, കർത്താവിന്റെ പുറകെ വചനത്തിന്റെ പുറകെ പോകേണ്ടതിന് പകരം അത്ഭുതങ്ങളുടെ പുറകെ പോവുക. ഇന്ന് കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും അവർ ഗ്രിപ്പ് പിടിച്ച് അല്ലെങ്കിൽ അവർക്കിവിടെ സ്റ്റേജുകൾ കിട്ടാനുള്ള പ്രധാന കാരണം ഈ ദൈവവചനത്തിന്റെ പഠനം ജനഹൃദയങ്ങളിലേക്ക് കയറാത്തത് കൊണ്ടാണ്. ആ 9ഉം 10ഉം വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു സദസ്സിൽ ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡിഗ്രിക്ക് പഠിച്ചൊരു പയ്യൻ ഇത് കേട്ടിട്ട് പറഞ്ഞ് തലയെ കൈവച്ചു പോയി. എൻ്റെ ദൈവമേ, ഈ വാക്യം ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. ഒന്നുകൂടി വായിക്കച്ചേ ആ 9ഉം 10ഉം. അധർമ്മമൂർത്തിയുടെ ആമേൻ നശിച്ചു അപ്പൊ നല്ലവർക്കല്ല, ചിന്തിച്ചോണേ, നിത്യജീവനിലേക്ക് പോകുന്നവർക്കല്ല, നശിച്ചു പോകുന്നവർക്ക്. സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. അടുത്ത ഇവിടുത്തെ പ്രധാന നമ്മൾ ഭയപ്പെടേണ്ട വാക്യമാണ്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളുകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. അടുത്ത 11 സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തിയായിരിക്കും. എന്താ അതിൽ നിന്ന് മനസ്സിലായി? ആ വാക്യത്തിൽ എന്ത് മനസ്സിലായി? സത്യത്തെ വിശ്വസിക്കാതെ അല്ലേ, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നതുകൊണ്ട് ഈ അത്ഭുതങ്ങളെ അടയാളം കണ്ട് രസിക്കുക. ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ബെൽറ്റ് മാറ്റി, ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതം പോയി, ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ കുരയ്ക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി, ചിരി, കൊര, ഛർദി, പിന്നെ തലകുത്തനെ ഒന്ന് തൊട്ടപ്പോൾ 4 കാരണം. ഞാൻ ഒരു ദിവസം ഒരു സ്റ്റേജിൽ ചെന്നപ്പോൾ ഞാൻ അതിൻ്റെ ഇവരുടെ ഇടയിലൊന്നും ഞാൻ പോകത്തില്ല. എൻ്റെ ദൈവം മാറ്റി നിർത്തി ഇത് കണ്ട് പഠിച്ചിട്ട് പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. അതിനാ ഞാൻ പോയി. ദൂരെ മാറി നോക്കുമ്പോൾ ഒരു ഉപദേശിങ്ങനെ കൈ കൊടുക്കും. ഒരു അഭിഷക്തൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യാജ പ്രവാചകൻ, ഒരു ഗുണം പിടിക്കാത്തൊരു ഭാഷ അല്ല, അതിൻ്റെ ഒപ്പിച്ച് പോയി നിന്നോടും കൈ കൊടുത്തപ്പോൾ 4 കരണം മറിഞ്ഞ് ദൂരെ പോയി കിടന്നുകൊണ്ട് ഇങ്ങനെ പിടയ്ക്കുക. പുള്ളി പറയണത് ഇയാളിൽ നിന്ന് അഭിഷേകം അദ്ദേഹത്തിലേക്ക് കയറി, ആ അഭിഷേകമാണ് ഇട്ട് പഠിപ്പിക്കുന്നത്. അച്ഛാ, പൗലോസ് എത്ര പേരെ പഠിപ്പിച്ചു? പത്രോസ് എത്ര പേരെ പഠിപ്പിച്ചു? യോഹന്നാൻ, കർത്താവിന്റെ ശിഷ്യഗണങ്ങൾ കൂടെ നടന്നവർ എത്ര പേരെ ഈ കോനാമ്പിച്ചൊക്കെ കാണിച്ചു? പരമരമേശ, പരമരലീശ എത്ര പേരെ ഈ കോനാമ്പിച്ചക്ക് പാട്ട് പാടി കേൾപ്പിച്ചു? നിങ്ങൾ പറ. പണ്ടൊരു ഭാഷ പറയുന്നില്ല, മറുപടി പറയുന്നേ അദ്ദേഹത്തിന്റെ ശൈലിയാ. അത് ആ ശൈലി തന്നെ ഞാനും പറയാ. ആരും ഒന്നും ചെയ്തില്ല. അവർ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. ദൈവസഭയെ വചനം പ്രസംഗിച്ച് നടത്തി, വിശുദ്ധിയുടെ ഉപദേശം പ്രസംഗിച്ച് നടത്തി, കാതലായ തിരുവചന സത്യങ്ങൾ ജനത്തെ പഠിപ്പിച്ചു. അതിനുള്ള കാരണം എന്താ? മത്തായി 28:20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാത്തെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിരെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ മഹത്തരമായ സത്യം കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യഗണങ്ങൾ അത് അങ്ങനെ തന്നെ ചെയ്തു. ഇന്നത്തെ ശിഷ്യഗണങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഒരു ബിരുദം പറയുക, ഒരു ഹോളൊക്കെ എടുത്ത് മീറ്റിംഗ് നടത്തിയിട്ട് ഒരു സീറ്റിന് 50 രൂപ. ഒരു സീറ്റിന് എത്ര രൂപ?
50 രൂപ. എന്തിനായി 50 രൂപ? ഈ പുഴുക്ക് കേൾക്കാനോ? ഈ സർക്കസ് കാണാനോ? സർക്കസ് കാണാനൊക്കെ പണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. 50 രൂപ കൊടുത്ത് സർക്കസ് കണ്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഞാനും ഇതിലും ഇതൊക്കെ സർക്കസാണ്. 500 രൂപ സ്തോത്രാഴ്ച ഇടാത്തവരോട് വരണ്ട. സർക്കസ് കൂടാരമാണ്. പിച്ചക്കാശും കൊണ്ട് ആരും ഇവിടെ സ്തോത്രാഴ്ച ഇടണ്ട. ബാംഗ്ലൂർ, പാസ്റ്റർ പേരൊന്നും പറയുന്നില്ല. ഇത് സർക്കസ് കൂടാരമാണ്. ഇവിടെ ഒന്നും യഥാർത്ഥ ദൈവവചനത്തിന്റെ സത്യങ്ങൾ അവർ പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു ഇന്റർനാഷണൽ ഊത്തുകാരന്റെ മുൻപാകെ ഞാൻ പോയി നിന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിദേശ ജോലി രാജിവെച്ച് വന്നിട്ട് വളരെ വൈകാതെ തന്നെ ഒരു ഇന്റർനാഷണൽ ഊത്തുകാരന് പേരും നാളൊന്നും ഞാൻ പ്രസ്ഥാനമൊന്നും പറയുന്നില്ല. അതിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഞാനിങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. കർത്താവേ, ഇത് ശരിയായ ആത്മാവാണെങ്കിൽ ഇന്നു മുതൽ ഈ സ്തോത്രം, ഈ ആത്മാവിനെ ഞാൻ പ്രാപിച്ച് നാളെ മുതൽ ഞാനും ഊതിയിടാനും ഒന്തിയിടാനും കുരപ്പിക്കാനും ചിരിപ്പിക്കാനും ഛർദിപ്പിക്കാനും തുള്ളിപ്പിക്കാനും ഞാനും തുടങ്ങും. അതുകൊണ്ട് എനിക്കിത് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഇത് യഥാർത്ഥ ശുശ്രൂഷയാണെങ്കിൽ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും നിൽക്കുന്നവർ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചക്ക വെട്ടിയിടുന്ന പോലെ വീണോണ്ടിരിക്കുകയാണ്. ചക്ക വെട്ടിയിട്ട് ശബ്ദം കേൾക്കൂലേ? അതുപോലെ പൊത്തോ എന്ന് വീണോണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഊത്തുവീരൻ വന്നിന്റെ തലയിലും മേഘത്തും മുതുകത്തും കയ്യിലും ഒക്കെ തൊടുന്നു, ഒന്തുന്നു. ഒരു പരിപാടിയും നടക്കുന്നില്ല. എന്റെ പെണ്ണുമ്പിള്ളയെ കൊണ്ടുപോയി എന്റെ കൂടെ നിർത്തില്ല. നീ അവിടെ മാറിയെന്നോളാൻ പറഞ്ഞു. കരയിൽ തൊടുന്നതിന് മുമ്പ് വീഴും ചിലപ്പോൾ. അതുകൊണ്ട് മാറ്റി നിർത്തി. എനിക്കറിയാം, ഇപ്പൊ ശരി സഹോദരിമാരെ എനിക്കറിയാം. മാറിയെന്നോളാൻ പറഞ്ഞു. വീടാണെങ്കിൽ ഞാൻ വീഴട്ടെ, അത് ഞാനും വീട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഇതൊക്കെ ഒരു വെല്ലുവിളിയാ വാസനെ, ചുമ്മാ പറയല്ല. അവസാനം ഞാൻ വീണുമില്ല, ഒന്നും ചെയ്തില്ല. അന്ന് മുതൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഇത് സാത്താന്റെ ചരക്കാണേ, ഇത് വിട്ടോടിപ്പോക്കോടേ, ഇത് ഏത് മഹാൻ ചെയ്താലും ഇതെല്ലാം പൈശാചികമാണേ എന്ന് ഞാൻ ശക്തിയോടെ അന്ന് മുതൽ പ്രസംഗിക്കാൻ തുടങ്ങി. എന്റെ കഴുത്ത് എന്റെ കഴുത്തിന് മേലെ തലയിരിക്കുന്നിടത്തോളം ഞാൻ പ്രസംഗിക്കും, അല്ലെങ്കിൽ വെട്ടിക്കളയണം. അപ്പൊ പ്രസംഗം ഏതാ? 19 വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തി 19:12. ആ വായിച്ചോ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തന്ന വചനമാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. 19:12 എന്താണ്? ഹല്ലേലൂയ. ആ ആ ആ ആ അതെ കറക്റ്റ്. അപ്പൊ അതിന് അതെ പൗലോസിന്റെ റൂമാല് അല്ല, അത് നടക്കുന്നെന്ന് പറഞ്ഞാൽ ഉന്തിയിട്ടല്ല ഊതിയിട്ടല്ല നടക്കുന്നത്. അതെ, പൗലോസിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി ആ ഉറുമാലിൽ വ്യാപരിച്ചത് സംഭവിച്ചു. ഇവരിതല്ലല്ലോ ചെയ്യുന്നത്. പൗലോസ് ദുരാത്മാവോട് കൽപ്പിക്കുമ്പോൾ അത് മാറിപ്പോവുക ചെയ്യുന്നത്. ആ തീർച്ചയായിട്ടും. നിങ്ങൾക്ക് കേൾക്കണോ കഥ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, ഡിഗ്രിക്ക് പഠിച്ചൊരു പെൺകുട്ടി എത്തിക്സിന്റെ കൂടെ കറങ്ങാൻ പോയി. എത്തിക്സ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളുടെ കൂടെ കളിക്കാൻ പോയി. കഴുത്തെ കൈയിട്ട് പിശാച് കയറി കൊണ്ടുവന്നിട്ടു. ഒരു പാസ് കിടന്ന് വിളിയോട് വിളി, പാസ് ഒന്ന് വരണം, ഞങ്ങളൊരു കുട്ടി ഇങ്ങനെ ഒരു പ്രശ്നത്തിലാകപ്പെട്ടു. ഇവരെ കൊണ്ടുപോകുന്ന ഈ അലോപ്പതിയുടെ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനെന്താ പറയുന്നത്? സൈക്കാട്രിസ്റ്റ് അവിടെ കൊണ്ടിട്ടിരിക്കുക. അവർ കുറെ ഗുളികയൊക്കെ കൊടുത്തു. ഇതെല്ലാം കൂടി തിന്നിട്ട് അപ്പനും അമ്മയും വരുമ്പോൾ ചാടി കളിക്കുക, ഇടിക്കുക, പൊളിക്കുക. ഞങ്ങളാരും ഒന്നും ചെയ്തില്ല. ഞാനും ഒരു കർത്താവിൻ്റെ ഒരു ദാസൻ, എന്നെക്കാൾ 2 വയസ്സ് കൂടുതലുള്ളൊരു നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യൻ, രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചു ഒരുങ്ങിപ്പോയി. അവിടെ ചെന്ന് ദൈവവചനം പ്രസംഗിച്ചു. ദൂത് കേൾക്കണമോ? ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ മിദ്യാന്റെ ഇടയിൽ ഏൽപ്പിച്ചു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കുട്ടി, വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, നിരീശ്വരവാദികളുടെ കൂടെ പോയപ്പോൾ പിശാച് കയറി. സ്തോത്രം. അപ്പനും അമ്മയും സാധുക്കൾ ഒരു സഹോദരൻ കൊണ്ട് കിടന്ന് കൈയും കാലിട്ട് അടിക്കുക. എന്നോട് പല പ്രാവശ്യം വിളിച്ചു. കിട്ടിയ കോളിംഗ് വന്നോടനെ ചാടിക്കയറി പോവുക ചെയ്യണത്. ഞാനിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ അയക്കുകയാണെങ്കിൽ പോകാം.
വിടുതൽ തരികയാണെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ എനിക്ക് പോകേണ്ട കാര്യമില്ല. ആത്മനിയോഗം ഏറ്റെടുത്തു, പോയി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ വിടുതൽ ആ കൊച്ചിന് ദൈവം കൊടുത്തു. കൈകൊണ്ട് കാലുകൊണ്ടൊന്നും തൊട്ടില്ല. മനസ്സിലായോ? ദേഹത്ത് തൊടേണ്ട കാര്യമില്ല, ഊതണ്ട. എന്ത് ഓ, തീർച്ചയായിട്ടും ഇന്നുമുണ്ട്. സ്വർഗത്തിലെ ദൈവം അങ്ങനെയുള്ള ദൈവദാസന്മാരെ വെച്ചിട്ടുണ്ട്. അതൊന്നും പ്രശംസിച്ച് ഞാൻ പറയുകയല്ല, ഇപ്പൊ പറഞ്ഞുകൊണ്ട് മാത്രം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഒരു കൊച്ച് അസുഖം വന്ന് മരിക്കാൻ പോവുക, ഇത്രയുണ്ട് ആ കൊച്ച്. ഇന്നിപ്പോ അദ്ദേഹം ആ കൊച്ച് ഡിഗ്രിക്ക് പഠിക്കല്ല, BSc നഴ്സിംഗിന് പഠിക്കുക. എന്നോട് ഒരു ഭാഷയെ പ്രാർത്ഥിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഒരു ഗുണവുമില്ല, എൻ്റെ കൊച്ചു ചത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വരാം, പ്രാർത്ഥിച്ചിട്ട് വരാം. ഒരു ദിവസം ഞാനവിടെ ചെന്നു. കുഞ്ഞു കൊച്ചാ, ഞാൻ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു അത്ഭുത വിടുതൽ ഈ കൊച്ചിന്റെ പേര് അയക്കണമേ. ആ കൊച്ചു അത്ഭുത സൗഖ്യം പ്രാപിച്ചു. ഇന്ന് അത് BSc നഴ്സിംഗിന് പഠിക്കുക. മനസ്സിലായോ? ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളിത് പറഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞു. ഇത് പറഞ്ഞ് നമ്മൾ പ്രശംസിക്കാൻ പാടില്ല, ഇത് പറഞ്ഞ് മറ്റുള്ളവർ ആൾ വിളിക്കാൻ പാടില്ല. ഇവിടെ ബെൽറ്റ് മാറിയെങ്കിൽ ബെൽറ്റ് മാറിയേന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. വചനവിരുദ്ധമായ ശുശ്രൂഷകൾ ആര് ചെയ്താലും അത് ദൈവികമല്ല, അത് സാത്താന്യമാണെന്ന് നമ്മൾ പഠിച്ചോണം. അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നിങ്ങൾ വടക്കേന്റെ ചെല്ല്. സ്വാമിമാര് ഇതുപോലെ വേഷയിട്ടിട്ട് ഒരു സ്റ്റീൽ പാത്രം വെച്ച് അതിൽ കുറെ തുട്ടുകളും വെച്ച് കുറെ ഭസ്മമായിട്ട് ഇരിപ്പുണ്ട്. നിങ്ങളവിടെ ചെന്നാൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞ്, പിന്നെ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ അവര് ആ ഒരു സ്തോത്രാഴ്ച അവിടെ ഇട്ട് കഴിയുമ്പോൾ ഭസ്മം എടുത്ത് നെറ്റിയിൽ തരും. അതോടെ പിശാച് കയറിയിരിക്കും, ഉറപ്പാണ്. അത്ഭുതം നടന്നിരിക്കും, പക്ഷെ പിശാച് അതോടെ ബന്ധിച്ചിരിക്കും. മനസ്സിലായോ? അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവദാസന്മാർ ചെയ്യുന്നവരുണ്ട്. അത് ദൈവം ചെയ്യുന്നതാണ്. അത് നമ്മൾ അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഭൂതബാധിതയായ സ്ത്രീ വന്നിരുന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് വിടുതൽ കൊടുക്കും. അതിനെന്റെ തലയെ പിടിച്ചിട്ട് കിടന്ന് ആട്ടിക്കാനും മാവാട്ടുന്ന പോലെ ആട്ടുക, മാവാട്ടുന്ന പോലെ. പോ പിശാചേ. ഒരുത്തം പിശാചിന് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനം പിശാച് പാസ്റ്ററിന്റെ മണ്ടക്കിലോട്ട് കയറി. പാസ്റ്ററിന് എന്ത് വേണം? കോഴിച്ചോര വേണം. കോഴി ഇറക്കുമ്പോഴുള്ള ചോരയില്ലേ, അതൊരു 2 ഗ്ലാസ് വേണമെന്ന്. കാരണം പിശാച് കയറി. ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, വചനവിരുദ്ധമായ ശുശ്രൂഷ എവിടെ നടന്നാലും നമ്മളത് ശ്രദ്ധിക്കരുത്. നമ്മൾ ഈ വാചനത്തിലേക്ക് വന്നാൽ മതി. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചലോടും കൂടിയായിരിക്കും അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്കു വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. അപ്പൊ ഈ വ്യാപാര ശക്തി ആരെ അയക്കുന്നത്? സ്വർഗത്തിലെ ദൈവം. എന്തുകൊണ്ട് അയക്കുന്നു? സത്യത്തെ വിശ്വസിക്കാതെ, ആ ക്ലോസ് വിട്ടുകളയരുത്, അനീതിയിൽ രസിക്കുന്ന കൊണ്ട്. സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന കൊണ്ട് ദൈവം വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയച്ച് ചില അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അവരതിൽ മയങ്ങി വീണ് അവരാ സൗഖ്യം പ്രാപിച്ച് നരകത്തിലോട്ട് പോകും. എന്നാൽ ദൈവത്തിന്റെ വിടുതലോ, ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതൽ പ്രാപിച്ചവൻ നരകത്തിൽ പോകേണ്ട കാര്യമില്ല. അവൻ രക്ഷയിലേക്ക് മടങ്ങി വന്ന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവൻ മടങ്ങി വന്ന് സ്തോത്രം ശുദ്ധീകരണം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനോടും വചനത്തോടും നിരപ്പ് പ്രാപിച്ച് അവർ നിത്യതയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അനന്യാസ് സഭയെ എന്തിനാ നശിച്ചു പോകാനുള്ള കാരണം? വിറ്റ ശേഷവും വിൽക്കുന്നതിന് മുൻപും ഇത് നിന്റേതല്ലായിരുന്നോ? ഇത്രയ്ക്കോ നിലം വിറ്റത് എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയണമായിരുന്നു? കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ മതിയോ? പച്ചക്കള്ളം. ആരുടെ മുമ്പിലാ? ആത്മനിറവിൽ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധനായ പത്രോസിന്റെ മുൻപിൽ. ഇന്നത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പത്രോസുമാരൊന്നുമല്ലത്. കർത്താവിന്റെ കൂടെ നടന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടവർ. സ്തോത്രം. ആ പത്രോസിന്റെ മുൻപിലാണ് ഈ വ്യാജം പറയുന്നത്. പത്രോസ് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിങ്ങൾ ഒത്തതെന്ന്. ഹല്ലേലൂയ. ഇന്ന് പല വ്യാജന്മാർ ഇറങ്ങിയിട്ടില്ലേ ആത്മീയഗോളത്തിൽ? സ്തോത്രം. ഈ വ്യാജന്മാര് കാണിക്കുന്നത് മുഴുവൻ
ദൈവവചന വിരുദ്ധമാണെന്ന് ഞാൻ പൂർണ്ണമായി പറഞ്ഞു വെക്കുന്നു. എന്തുകൊണ്ട്? അവരുടെ ഇടയിൽ പഥ്യവചനമില്ല, അവരുടെ ഇടയിൽ പഥ്യോപദേശമില്ല, അവരുടെ ഇടയിൽ വിശുദ്ധിയുടെ ഉപദേശമില്ല, അവരുടെ ഇടയിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നില്ല, അവരുടെ ഇടയിൽ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറയുന്നില്ല, അവരുടെ ഇടയിൽ പുതിയ ആകാശം പുതിയ ഭൂമിയെ കുറിച്ച് പറയുന്നില്ല, അവരുടെ ഇടയിൽ കർത്താവിന്റെ വരവിൽ രൂപാന്തരം പ്രാപിക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നില്ല. കർത്താവിന്റെ വരവ് അവർക്കൊരു വിഷയമല്ല. അപ്പൊ മനസ്സിലാക്കി ഇത് നല്ല ആത്മാവിലുള്ള ശുശ്രൂഷ അല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരിക. നമ്മുടെ വിഷയം 1000 ആണ്ട് വാഴ്ച എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6, 7, 8, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. 7 വരെയുള്ള 7 തൊട്ടുള്ള വാക്യം. ആ, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ആമേൻ. കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ കല്യാണം കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ. കുഞ്ഞാടിന്റെ കല്യാണം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം വാഴുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് പുതിയ നിയമസഭ. ആ സഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിയുക്ത ഉപദേശവും അനുസരിച്ച് വിശുദ്ധ വസ്ത്രം ധരിച്ച്, അല്ലെങ്കിൽ വിശുദ്ധന്മാരായിരിക്കണം, വിശുദ്ധമതികളായിരിക്കണം. ഉപദേശത്തിന്റെ വിശുദ്ധി, ജീവിത വിശുദ്ധി. ദാനിയേലിന് ഭക്ഷണം കഴിക്കാനായിട്ട് രാജാവ് കാര്യസ്ഥനോട് പറഞ്ഞു, ഇവർക്ക് 4 പേർക്ക് നല്ല ഫുഡൊക്കെ കൊടുത്ത്, ഞാൻ കുടിക്കുന്ന വീഞ്ഞുമൊക്കെ കൊടുത്ത് അവര് അവരെ നന്നായിട്ട് വളർത്തിയെടുക്കണം. അപ്പൊ ദാനിയേൽ എന്താ പറഞ്ഞു? ദാനിയേൽ 1:8 വായിച്ചാൽ മതി. രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും രാജാവിന്റെ ഭക്ഷണം കൊണ്ടും ഞങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. മനസ്സിലായോ? ഹൃദയത്തിൽ തീരുമാനമെടുത്തു. എന്താ? രാജാവിന്റെ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും എന്താ കാര്യം? ദാനിയേൽ വീഞ്ഞു കുടിക്കാത്തവനാണോ? ദാനിയേൽ ഇറച്ചിമീനും കഴിക്കാത്തവനാണോ? ഈ രാജാവ് കഴിക്കുന്ന വീഞ്ഞിന് വീര്യമുണ്ട്. കിങ് ഉൻ കുടിക്കുന്ന വീഞ്ഞിന് വീര്യമുണ്ട്. സർപ്പവിഷം ചേർത്താണ് അവൻ കുടിക്കുന്നത്. അവൻ 1 വർഷത്തേക്ക് വീഞ്ഞു കുടിക്കാൻ എത്രയോ കോടികൾ വേണമെന്നാണ് റിപ്പോർട്ടുണ്ടായത്. ഇതൊക്കെയല്ലേ ഇന്നത്തെ മഹാന്മാർ ചെയ്യുന്നത്? ഭക്തന്മാരെന്ന് പറയുന്നവർ മുഴുവൻ ഇതിന് അഡിക്റ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. നല്ല സൂപ്പർ പ്രസംഗം ചെയ്യുന്ന പാസ്റ്റർമാരിൽ നല്ലൊരു ശതമാനവും മുഴുവൻ മദ്യപാനികളാണ്. അവർ ഡ്രഗ്സ് അടിക്കുന്നവരാണ്. അവർ പുൽപ്പിറ്റിൽ വരുമ്പോൾ മാത്രമേ അവർ പ്രസംഗം വരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ സുഖത്തിന്റെ മേഖലകളിലും കിടന്ന് വിരഹിക്കുന്നവരാണെന്ന് ഞാൻ പല നിലയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ തുറന്നു പറയുന്നത്. അവരെ വിട്ടൊഴിഞ്ഞു പൊക്കോണം നമ്മള്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇനി അടുത്ത ഈ കർത്താവിന്റെ വരവിൽ, ഈ മഹത്വപ്രസിദ്ധിക്ക് വേണ്ടിയുള്ള വരവിനെ കുറിച്ച് പഴയ നിയമത്തിലെ ചില വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം 2-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യം വായിച്ചോട്ടെ ഞാൻ. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. 2-ന്റെ 6 മുതൽ 10 വരെ. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവയോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അടുത്ത്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ
ഉപദേശങ്ങൾ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് ഇവിടെ പറയുകയാണ്. 6-ാം വാക്യത്തിലുണ്ട്, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. യേശു കർത്താവിനെ രാജാവായിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ വാഴിച്ച കാര്യം സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് പറയുകയാണ്. വേറെയും സങ്കീർത്തനങ്ങളിലുണ്ട്. 24-ാം സങ്കീർത്തനം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 24-ാം സങ്കീർത്തനം യേശുക്രിസ്തുവിന്റെ രാജവാഴ്ചയെക്കുറിച്ച് പഴയ നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. വളരെ ശക്തമായൊരു വേദഭാഗം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പീൻ, ഉയർന്നിരിപ്പീൻ. 24-ന്റെ 7, 8, 9, 10. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ. യെരൂശലേമിന്റെ വാതിലുകളെ കുറിച്ച് എവിടെ പറയുന്നത്? ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ, ബലവാനും വീരനുമായ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, എന്നെ കണ്ടവൻ പിതാവിനെ. അപ്പൊ ഇവിടുത്തെ വാക്യം എന്താ? ബലവാനും മഹത്വത്തിന്റെ രാജാവാർ, ബലവാനും വീരനുമായ യേശുക്രിസ്തു. ദൈവത്തിന്റെ തൃത്വത്തെ ഇവിടെ കാണിക്കുക. ഞാനും പിതാവ് ഒന്നത്രേ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. ഇത് വചനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ സ്തോത്രം യഹോവയുടെ സ്ഥാനത്ത് ആര് നിൽക്കുന്നു? യേശു കർത്താവ് നിൽക്കുക. അതോടെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. മഹത്വത്തിന്റെ രാജാവാർ, ബലവാനും വീരനുമായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. 9-ാം വാക്യം. ഉണർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ, സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. യേശു കർത്താവ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വരുമ്പോൾ യെരൂശലേമിന്റെ വാതിലുകൾ നമുക്കറിയാം അടഞ്ഞു കിടക്കുക. എന്നാൽ കർത്താവ് രാജഭരണത്തിന് വേണ്ടി വരുമ്പോൾ സങ്കീർത്തനകാരൻ പറയാണ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളാണ്. യെരൂശലേം ദേവാലയ ആ ഭാഗത്ത് സ്തോത്രം വാതിലിപ്പോഴും അടഞ്ഞു കിടക്കുക. കർത്താവ് വരുമ്പോൾ മാത്രമേ ആ വാതിലുകൾ തുറക്കുകയുള്ളൂ. അറിയാമല്ലോ വിഷയം. അതിനെക്കുറിച്ച് പ്രാവചനിക ഭാഷയിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഭാഗമാണിത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ, ബലവാനും വീരനുമായ യഹോവ. യേശു കർത്താവ് തന്നെയാണ് ഇവിടെ പറയുന്നത് മഹത്വത്തിന്റെ രാജാവ്. അവർ രാജവാഴ്ചയ്ക്ക് വേണ്ടി വരാൻ പോകുന്നു. പെന്തക്കോസ്ത് സമൂഹമേ, ഈ ദുരുപദേശങ്ങൾ കേട്ട് തെറ്റിപ്പോകാതെ കർത്താവിന്റെ വരവിന് വേണ്ടി കാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പും, ജീവനോടിരുന്നാൽ നിങ്ങൾക്ക് രൂപാന്തരം കിട്ടത്തക്ക നിലയിൽ ഈ പഥ്യവചനം, ഈ പഥ്യോപദേശം അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന കർത്താവിന്റെ നാമത്തിൽ ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എത്ര മനോഹരമായൊരു ഭാഗം. ഇതേ ഭാഗം തന്നെ വേറൊരു ഭാഗത്തുണ്ട്. സ്തോത്ര സങ്കീർത്തനം 72-ന്റെ 6 മുതൽ 12 വരെ. 72-ന്റെ 6 മുതൽ 12 വരെ. ഹല്ലേലൂയ, സ്തോത്രം. 72-ന്റെ 6 മുതൽ 12 വരെ വായിക്കാം. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഞ്ഞ് പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാ. അടുത്ത നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവൻ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും. ആരെക്കുറിച്ച് പറയുക? 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിന്റെ ഭരണസീമയെ കുറിച്ച് പറയുക. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. അടുത്ത മരുഭൂമിയിൽ വസിക്കുന്നവർ. ആരായി മരുഭൂമിയിൽ വസിക്കുന്നവരെ? മിഡിൽ ഈസ്റ്റുകാരെ. അവിടെയുള്ള രക്ഷിക്കപ്പെട്ട ജനം അവന്റെ മുൻപിൽ മടങ്ങട്ടെ, മുട്ടുമടക്കട്ടെ. അടുത്ത അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ
കാഴ്ച കൊണ്ടുവരട്ടെ. രാജാവിന്റെ ഭരണത്തിന് മുമ്പ് കാഴ്ച കൊണ്ടുവരട്ടെ. ശെബയിലെയും 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 സെബയിലെയും രാജാക്കന്മാർ. കൊടുക്കട്ടെ. അത് യേശു കർത്താവ് രാജാവായി വരുമ്പോ ഈ ലോകത്തിന്റെ രാജാക്കന്മാർ നമ്മുടെ കർത്താവായ രാജാവിന് കപ്പം കൊടുക്കട്ടെ. അടുത്ത ഈ 11 12 വാക്യം ശ്രദ്ധിച്ച്, സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ, സകല ജാതികളും. ആ 11 വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ലോകത്തുള്ള സകല രാജാക്കന്മാരും അവരെ നമസ്കരിക്കട്ടെ. രാജകുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് ഒരു ദൈവബദ്ധരായി മരിച്ചു കഴിഞ്ഞാൽ ആ രാജാവും 1000 ആണ്ട് വാഴ്ചയിൽ ഒരു പ്രജയായിട്ട് യേശു കർത്താവിന്റെ ആ ഭരണ സീമയ്ക്കുള്ളിൽ അവനും വരട്ടെ. എല്ലാവർക്കും, പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും രാജാക്കന്മാർക്കും തന്ത്രിമാർക്കും മന്ത്രിമാരും എല്ലാവരും രക്ഷാനുഭവം പ്രാപിച്ച, ദൈവകൽപ്പന അനുസരിച്ച, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ദൈവവൃത്യന്മാരെല്ലാവരും അവിടെ വന്ന് ആ രാജാവിന്റെ ഭരണ സീമയ്ക്കുള്ളിലായിരിക്കട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ സ്തോത്രം BC ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചെഴുതിയ പ്രവചനഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ട്. മനസ്സിലായോ? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല ഈ പ്രൊജക്റ്റ്. ഒരു വീടുണ്ടാക്കുമ്പോൾ അതിനൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും. ഒരു എന്താ പറയാ, അതിനെന്തെന്നാ പറയണത് നമ്മുടെ മലയാളത്തിൽ? പ്ലാൻ തയ്യാറാക്കും. ഒരു പ്ലാനറെ കൊണ്ട് വരയ്ക്കും. വരച്ച് റെഡിയാക്കി കോർപ്പറേഷനിൽ കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അത് പാസ്സാക്കി എടുപ്പിച്ച്, അതിന് ബന്ധപ്പെട്ട അധികാരികൾ പാസ്സാക്കി എടുപ്പിച്ച് നമ്മൾ കെട്ടിടം പണിയുക. ആ പണിപ്രകാരം വേണം പണിയാൻ എന്നത് പറഞ്ഞ പോലെ യേശു കർത്താവിൻ്റെ രാജവാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ബ്ലൂ പ്രിന്റിൻ്റെ ആണ് പ്രവാചകന്മാർ എഴുതി വെച്ച വാക്യങ്ങളിലൂടെ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യത്തിലെ ഏറ്റവും പ്രധാന വാക്യം, സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ, സകല ജാതികളും അവനെ സേവിക്കട്ടെ. ഈ ലോകത്തുള്ള സകല ജാതികളും സകല രാജാക്കന്മാരും സകല തന്ത്രിമാരും മന്ത്രിമാരും, സ്തോത്രം, നമ്മുടെ നിക്കോദിമോസ് രക്ഷിക്കപ്പെട്ടു വന്നവന്. അവനാരാ? നിക്കോദിമോസ് ആരാ? ഇസ്രയേലിന്റെ ഉപദേഷ്ടാവ്. സ്തോത്രം. ഒരു ചുക്കു അറിഞ്ഞുകൂടാത്തവനാണെന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ ഉപദേഷ്ടാവായിട്ടും നീ ഇത് അറിയുന്നില്ലേ? അപ്പൊ ഇന്നത്തെ ഉപദേഷ്ടന്മാർക്കും ഒന്നും അറിയത്തില്ല. എല്ലാവർക്കും അല്ല, ഒരു വലിയ ശതമാനം ഉപദേഷ്ടന്മാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ഈ 1000 ആണ്ട് വാഴ്ച പ്രസംഗിക്കാനായിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിങ്ങനെ പ്രസംഗിക്കുകയല്ല. കാരണം പുതിയ നിയമസഭയുടെ പഴയ നിയമസഭയിലെ വിശ്വാസികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി പദ്ധതിയാണ് ഈ 1000 ആണ്ട് വാഴ്ച. ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷം സ്വർഗത്തിൽ സഭയായിരിക്കും, 7 വർഷം ഭൂമിയിൽ എന്തായിരിക്കും? മഹോദരകാലം. ആ മഹോദരം കാലം കഴിഞ്ഞാൽ രാജാവായിട്ട് ഈ ഭൂമിയെ കർത്താവ് ഭരിക്കാൻ വരുന്നു. ഇന്ന് നമ്മൾ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും, വടക്കേ ഇന്ത്യയില് ഒരു മിഷണറിയെ കൊന്നാൽ കേട്ടില്ലേ? 10 ലക്ഷം. ഒരു മിഷണറിയെ അടിച്ച് ഹോസ്പിറ്റലിലാക്കിയാൽ 5 ലക്ഷം. അവന്റെ വീട് കപ്പക്കൊന്നാക്കിയാൽ ഇത്ര ലക്ഷം രൂപ. അവനെ കൊന്നു പിടിച്ചാൽ ഇത്ര ലക്ഷം രൂപ. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. നാളെയൊക്കെ നമ്മളെ എത്ര പേര് ഓടിച്ചിട്ട് തല്ലുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇടയ്ക്കൊരു ഭാഷ പറയണ്ടായി, കേരളക്കരയിലെ വിശ്വാസികൾക്കും പീഡാകാലം വരാൻ തുടങ്ങി. കാരണം ശുദ്ധീകരണം, സഭയെ ശുദ്ധീകരിക്കണം, എന്നെ നിങ്ങളെ ശുദ്ധീകരിച്ചെടുക്കണം, നമ്മൾ ആത്മശക്തി പ്രാപിക്കണം. സജിപ്പാസ് വലിയ ആത്മാവിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം നമ്മുടെ മേലുണ്ടാകണം. നമ്മളെ സ്വത്രം നമുക്കെതിരെ ശത്രു പീഡകൾ അഴിച്ചു വിടുമ്പോൾ, ശത്രുവിന്റെ തീയപ്പുകൾ വിടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇസ്രയേലിനെതിരെ മിസൈൽ വിടുമ്പോൾ, സ്വത്രം ഇറാൻകാരും അവരൊക്കെ വിടുമ്പോൾ ഇസ്രയേൽ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് ന്യൂസുകൾ കേൾക്കുന്നില്ലേ? ഇസ്രയേലിനൊരു അയൺ ഡോം സംവിധാനം. ഈ അയൺ ഡോം സംവിധാനം വെച്ച് മിസൈലുകൾ എന്ത് ചെയ്യും? അടി പൊട്ടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വാക്യങ്ങളിൽ ദൈവത്തിന്റെ സർവായുധവർഗമുണ്ട്. അപ്പൊ ഈ ശത്രുവിന്റെ തീയമ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ അയൺ ഡോം സംവിധാനം പോലെ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് അതിനോട് നിർത്തിയിരിക്കണം. ഇത് എത്ര നാളായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങും? സർവായുധവർക്ക് എത്ര ഉണ്ടെന്ന് പോലും അതിനോട് എന്താ വിശ്വാസം? അത് പ്രസംഗിക്കാത്ത മാഷന്മാര്, അത് പ്രയോഗിക്കാൻ അറിഞ്ഞൂടാത്ത മാഷന്മാര്, അവരിത് പ്രയോഗിച്ചാലല്ലേ മറ്റുള്ളവർക്ക് കൂടെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ.
അവര് പ്രയോഗിക്കാതെ പിശാചിന്റെ അടിയും കുത്തി തലയും കുത്തി കിടന്ന പിന്നെ എന്ത് ചെയ്യും? അവര് പിശാചിന്റെ അടിയേറ്റ് തലയും കുത്തി കിടന്ന് വെള്ളം വിളിച്ചുകൊണ്ടിരുന്ന പിന്നെ അവർക്ക് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് ആത്മാവിൽ ഗ്രഹിക്കുക. സ്തോത്രം. സഭയുടെ മൂല്യച്യുതി, സഭയുടെ തകർച്ചയുടെ കാരണം, സ്തോത്രം, ദൈവവചനത്തിന്റെ മാർമിക സത്യങ്ങൾ ദൈവസഭയ്ക്ക് എടുത്തു കൊടുക്കുന്നില്ല. സഭയെ അത് പഠിപ്പിക്കുന്നില്ല. സഭയെ തിരുവചന സത്യത്തിലേക്ക് നടത്തുന്നില്ല. ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ ഈ 7 സർവായുധ വർഗ്ഗങ്ങളൊന്നും അതൊന്നും എടുത്താട്ടെ. ഈ 7 സർവായുധം ഇത് എടുക്കുമ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ ഗ്രഹിച്ച് പോകണം. സ്തോത്രം, എഫേസ് ലേഖനം 6-ാം അധ്യായത്തിലെ 7 സർവായുധ വർഗ്ഗം 10 തൊട്ടുള്ള വാക്യം വായിച്ച പാസ്റ്റർ, പെട്ടെന്ന് വായിച്ചു. അപ്പൊ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. എന്തിനാ ശക്തിപ്പെടുന്നത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാനാ ശക്തിപ്പെടുന്നത്. നമ്മൾ ആത്മശക്തി പ്രാപിക്കുന്നത് എന്തിനാണ്? വചനജ്ഞാനം പ്രാപിക്കുന്നത് എന്തിനാണ്? പിശാചിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുവാൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ട ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ അപ്പൊ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അന്ധകാര ശക്തിയോടുമാണ് നമുക്ക് പോരാട്ടം. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്കിപ്പോ പോരാട്ടമുള്ളത് അടുത്തുള്ള സഭകളോട്, അടുത്തുള്ള വിശ്വാസികളോട്, അയൽപക്കക്കാരോട്. അതാണ് നമ്മൾ ഗുണം പിടിക്കാതിരിക്കുന്നതെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കേ. പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണ് നമുക്ക് പോരാട്ടം. സന്ധിയില്ലാ സമരമാണ് ദൈവസഭയ്ക്ക്, ദൈവജനത്തിന്, ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക്. ഈ സത്യമൊക്കെയാണോ ഇന്ന് പ്രസംഗിക്കുന്നത്? സങ്കീർത്തനം വായിച്ച് അവസാനം എന്തു പറ്റിയ? ഒരായുധമില്ലാതെ പിശാചിന്റെ അടികൊണ്ട് ഞെളിപിരി കൊള്ളുന്ന ക്രൈസ്തവ സമൂഹത്തെയാണ് ഞാൻ ആത്മാവിൽ കാണുന്നത്. അതുകൊണ്ട് ഞാനിത് ശക്തിയോടെ പ്രസംഗിക്കുന്നത്. നമുക്ക് പോരാട്ടമുണ്ട്. നമ്മൾ യുദ്ധകളത്തിലാണ്. പോരാട്ടത്തിന് ആയുധം വേണം. ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ? ആയുധം എന്തൊക്കെയാ? സത്യം അരക്കി കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷന്റെ കാല് ചെരുപ്പ്, സകല ദുഷ്ടന്റെ നിയമങ്ങളെയും കെടുപ്പാൻ തൊക്കെ വിശ്വാസം എന്ന പരിചയ. അയണ്ടോം വിശ്വാസം എന്ന പരിചയാണ്. സകല ദുഷ്ടന്റെ പറ തീയമ്പാണ്. അതാണ് മിസൈല്. പിശാച് അയക്കുന്ന മിസൈലാ. അത് ചിന്തകളായിട്ടോ പ്രവൃത്തികളായിട്ടോ ഏതെങ്കിലും നിലയിൽ പാസ്റ്റർമാരെ, സഹോദരന്മാരെ നമ്മുടെ മേൽ അയക്കുമ്പോൾ അയംഡോം സംവിധാനം വെച്ച് ഇസ്രയേല് ഈ മിസൈലുകളെ തകർക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയും പ്രാർത്ഥനാ ജീവിതവും വചനദാനവും വിശുദ്ധ ജീവിതവും ഇല്ലെങ്കിൽ ഈ അമ്പുകളൊക്കെ വന്ന് നമ്മുടെ തലമണ്ടയ്ക്കോട്ട് പതിക്കും. പതിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ? ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല. എന്തോ പറ്റി? തീയമ്പ്. മനസ്സിലാക്കണം. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആത്മാവിൽ ഗ്രഹിക്കണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും വചനധ്യാനവും ആത്മാവിന്റെ ആരാധനയും ഇല്ലെങ്കിൽ പിശാച് കയറി മേയും. വൺസ് മോർ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും വചനധ്യാനവും വിശുദ്ധ ജീവിതവും ഇല്ലെങ്കിൽ പിശാച് എന്ത് ചെയ്യും? തീയമ്പുകൾ അയച്ചുകൊണ്ടിരിക്കും. ഇസ്രയേലിൽ തീയമ്പ് ഈ മിസൈൽ അയക്കുമ്പോൾ അവർ തട്ടി കളയുക. പിന്നൊരു കാര്യമുണ്ട്, അയൺഡോം സംവിധാനത്തിന് തടുക്കാൻ പറ്റാതെ ഇവര് ഈ തുലുക്കന്മാര് ഇങ്ങനെ 100 കണക്കിനെടുത്ത് അയക്കുമ്പോൾ എന്താ പറ്റുക? പ്രശ്നം തന്നെയാണ്. മനസ്സിലാക്കണം നമ്മൾ. വാത്സല്യ ദൈവമക്കളെ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് ഈ പഥ്യോപദേശം അനുസരിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കുമ്പോൾ നിനക്കെതിരെ വരുന്ന സ്വത്രം മിസൈലുകളെയോ പിശാചിന്റെ അറ്റാക്കുകളോ നിനക്ക് ഫലകരമായി തടയാൻ കഴിയും. ഇല്ലെങ്കിൽ എന്തോ പറ്റും? പിശാചിന്റെ തീയമ്പുകൾ നമുക്കെതിരെ കടന്നു. ഇതാർക്കും അറിയില്ല, പലരും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാൽ അതിന് ഗൗരവം കൊടുക്കുന്നില്ല.
ഈ കോടതി കയറുന്ന പാസ്റ്റർമാര്, ഈ വഴക്കുണ്ടാക്കിയിട്ട് കേസിന്റെ പിറകെ നടക്കുന്ന പാസ്റ്റർമാര്, സഹോദരന്മാര്, ഇതൊന്ന് വായിച്ചു പഠിച്ചോണം, ഇതൊന്ന് ഗ്രഹിക്കണം. ഇല്ലെങ്കിൽ എന്തോ പറ്റും, നിങ്ങളും കോടതി കയറിക്കൊണ്ടിരിക്കും. കർത്താവ് മത്തായിയിൽ എന്താ പറഞ്ഞ്? ശത്രുവിനോട് എതിർക്കരുത്. ഒരു ചെകിടത്ത് അടിച്ചാൽ, ഇപ്പോഴാണെങ്കിൽ ഒരു ചെകിടത്ത് അടിച്ചാൽ മറുകരണം അടിച്ചങ്ങ് പൊളിക്കുകയാണ്. അടിച്ച് പൊളിക്കാന്ന് പറഞ്ഞാൽ ആക്ഷരികമായ അടിയല്ല ഉദ്ദേശിക്കുന്നത്. കേർസ് കൊടുത്തവനെ, ഞാൻ ഒരു പാസ്റ്ററിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു പാസ്റ്ററാണ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത്. എൻ്റെ ഹൃദയം തേങ്ങലോടെയാണ് ആ വിഷയം ഞാൻ ഏറ്റെടുക്കുന്നത്. ഒരു സാധു കുടുംബത്തിൽ, വിശ്വാസികളല്ലാത്തൊരു സാധു കുടുംബത്തിൽ ഒരാളെ ഒരു പാസ്റ്റർ, പ്രസ്ഥാനം ഞാൻ പറയുന്നില്ല, എനിക്ക് നാണമാണ് പറയാൻ, വണ്ടി ഇടിച്ചു മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർ എന്ത് ചെയ്തെന്ന് അറിയാമോ? നല്ലൊരു വക്കീലിനെ വെച്ച് ഇദ്ദേഹത്തിന്റെ അശ്രദ്ധ കൊണ്ടാണ് ഇടിയേറ്റ് മരിച്ചതെന്ന് കേസ് തെളിയിച്ച് അവനകത്താക്കി. അവനകത്തായിട്ട് ആള് ചത്തുപോയി. അവർക്ക് 10 വയസ്സ് കിട്ടി. ഈ പാസ്റ്റർ എന്ത് ചെയ്യണമായിരുന്നു? എന്തായാലും മരിച്ചു. ആ കുടുംബത്തെ, നിർധനരായ ഒരു കുടുംബത്തെ രക്ഷിക്കണമായിരുന്നു. ആദ്യത്തെ ആയുധം എഴുതാം, സത്യമുണ്ടെങ്കിൽ അത് ചെയ്യുമോ? ചെയ്യൂലേ? ഒരു കയ്യബദ്ധം പറ്റി, ഒരാൾ മരിച്ചുപോയി, ദരിദ്രനായൊരു പോയി, പാസ്റ്റർ നല്ല കാശുള്ള ആളാ, ആ കുടുംബത്തെ രക്ഷിക്കണമായിരുന്നു. കേസ് പറഞ്ഞ് പാസ്റ്റർ തടിയും. എന്നിട്ട് ഒരു പ്രസ്താവന, ദൈവം അത്ഭുതകരമായി ഒരു പാസ്റ്ററാണിത് പറഞ്ഞെന്ന് നോക്കൂ. ഇന്നത്തെ നമ്മുടെ ആത്മീയ കുളത്തുള്ള ഏറ്റവും സൂപ്പർ പ്രസ്ഥാനത്തിലെ ഒരു പ്രസിദ്ധനായ പാസ്റ്റർ, പേരും സംഘടനയും പറഞ്ഞ് ഞാൻ അവഹേളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എത്ര ശോചനീയം, എത്ര ദുഃഖകരം, എത്ര വേദനാജനകം. ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ ഈ എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നൊരു വണ്ടി ഇടിച്ച ചരിത്രം അറിയാമല്ലോ. ഞാൻ സിഗ്നലിട്ട് ഇങ്ങോട്ട് തിരിയുന്നു എന്ന് പറഞ്ഞ് സിഗ്നലിട്ട് കയ്യും കാണിച്ച് വണ്ടി തിരിഞ്ഞ് ചായൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാനായിട്ട് പോവുക. തൊട്ട് പുറകെ കൂടി അവൻ അങ്ങോട്ട് പോകുന്ന ആളാ. അങ്ങോട്ട് പോകാനുള്ള സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പോകാതെ നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് കൊണ്ടേ കയറ്റി ഇടിച്ച് ആകെ പ്രശ്നമാക്കി. എൻ്റെ വണ്ടിയും ഞാൻ പണിതു. ആ പുള്ളി പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ റോങ് ആയിട്ടാണ് വണ്ടി ഓടിച്ചത്. നമ്മൾ എന്ത് റോങ് ആയിട്ട് ഓടിച്ചു? പുള്ളിയുടെ അളിയൻ വന്ന് ചോദിച്ചു, വണ്ടി ഇടിക്കാൻ നേരത്ത് നിങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോൾ പുറകിൽ കൂടി പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു ലോറിക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. പുള്ളി ഒന്നും മിണ്ടിയില്ല. നമ്മൾ കാശ് പുള്ളി കൊടുക്കേണ്ടി വന്നു. എനിക്ക് അവിടെ കിടന്ന് കേസ് പറയാൻ വേണ്ടി ഒരു ഉച്ചക്കൃത്യത്തിൽ പോകുന്ന ഒരാളാണ്. സ്വത്രം ഒരു കമ്പനിയിൽ ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ്. എൻ്റെ വണ്ടി പണിയാൻ കാശ് തരണേ, അങ്ങനെ ഞാന്നൊക്കെ പറഞ്ഞു. നമ്മൾ കൊടുത്തു, നഷ്ടം നമ്മൾ സഹിച്ചു. ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനവും എൻ്റെ ജീവിതവും തമ്മിൽ ഒത്തുപോകണമെങ്കിൽ അവിടെ എനിക്ക് ന്യായമായ നിലയിൽ ഇടപെടണം. ഞാനൊരു ശമരിയക്കാരനാവണം. അവിടെ കഷ്ടം ഞാൻ സഹിക്കണം, നഷ്ടം ഞാൻ സഹിക്കണം. കാരണം അതൊരു സാധു മനുഷ്യനാണ്. അതല്ലേ ജീവിതത്തിൽ ചെയ്തത് കൊണ്ടാണ് അതങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്, അല്ല പൊങ്ങച്ചു കൊടുക്കാൻ പറയുകയല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ നാം കർത്താവിനോടൊപ്പം ആയിരിക്കണമെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് നമ്മൾ ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക്